അനിവാര്യമാണ് എന്ന് തൻ്റെ ജീവിതത്തിലൂടെ, നിലപാടുകളിലൂടെ, പ്രവൃത്തികളിലൂടെ നമ്മെ നിരന്തരം ഓർമ്മിപ്പിച്ചിരുന്ന ഒരമ്മയുടെ യാത്രയിലാണ് നാം ഇവിടെ ആയിരിക്കുക. പരിശുദ്ധനായ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകാരം പറയുന്നുണ്ട്, ചില മനുഷ്യർ എക്കാലത്തും ഉണ്ട്. സഞ്ചരിക്കുന്ന ഒരു ആതുരാലയമായി അവർ തങ്ങളുടെ ജീവിതത്തെ പരുവപ്പെടുത്തുന്നു. വെറും സാന്നിധ്യം കൊണ്ടുപോലും സുഖപ്പെടുത്തുവാൻ പ്രാപ്തിയുള്ള അവരുടെ ചിന്തകളും വാക്കുകളും കർമ്മങ്ങളുമെല്ലാം നിലയ്ക്കാത്ത കാരുണ്യ പ്രവാഹമായി മാറുന്നു. പ്രിയപ്പെട്ട സിസ്റ്റർ ഇവാർഡിനെ സംബന്ധിച്ച് അർത്ഥവത്തായ വാക്കുകളാണ് ഇവ. ബഥനിയുടെ കാരുണ്യത്തിൻ്റെ മുഖം അതാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. കരുണയുടെ മാലാഖിയായി ഓടി നടന്ന് പ്രവർത്തിച്ചവളാണ് പ്രിയപ്പെട്ട സിസ്റ്റർ ഇവാർഡ്. പുഷ്പഗിരി ഹോസ്പിറ്റലിൽ നിന്നും നഴ്സിംഗ് പഠനം പൂർത്തീകരിച്ച് കുഷ്ഠരോഗികളെ പരിചരിക്കുന്ന പരിശീലനം തമിഴ്നാട്ടിൽ നിന്ന് കരസ്ഥമാക്കി സാമൂഹ്യക്ഷേമ രംഗത്ത് പ്രവർത്തിക്കുന്ന, അതിനുവേണ്ട ട്രെയിനിങ് അത് കരസ്ഥമാക്കിയത് ഫിലിപ്പൈൻസ് അവിടുത്തെ വലിയൊരു ട്രെയിനിങ് സെൻ്ററിൽ നിന്നാണത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടാണ് സിസ്റ്റർ ആ ട്രെയിനിങ്ങിന് പോയത്. അവിടെ നിന്ന് തുടങ്ങിയ യാത്ര, തൻ്റെ ശുശ്രൂഷയുടെ ആ യാത്ര ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. വിശാലമായ മേഖലകളാണ് സിസ്റ്റർ കടന്നു കയറിയത്. വിശേഷിച്ച് പെരപ്പൻകോട് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ, അവിടെ ഒരു നേഴ്സായി സിസ്റ്റർ ശുശ്രൂഷ ചെയ്തു. പിന്നീട് തിരുവനന്തപുരം സഹായമെത്രാനായിരുന്ന അഭിനന്ദനായ ലോറൻസ് മാർ പ്രിയപിതാവിൻ്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട സിസ്റ്റർ ഇമൽഡ, മറ്റ് സഹോദരിമാരായ സിസ്റ്റർ ഇവാർഡ്, സിസ്റ്റർ ഇമൽഡ, സിസ്റ്റർ മെർലീന തുടങ്ങിയവർ, സിസ്റ്റർ ക്ലാരിസ, പാവന, ജൂഡിത്ത്, എല്ലാവരെയും ഞാൻ ഓർക്കുകയാണ്. അവരുടെ ഒപ്പം നിന്ന മൂത്ത സഹോദരി എന്ന നിലയിൽ തിരുവനന്തപുരം മേജർ ഭദ്രാസനത്തിൻ്റെ സാമൂഹ്യക്ഷേമ വിഭാഗത്തിൽ പ്രിയപ്പെട്ട സിസ്റ്റർ ഇവാർഡ് അനേക വർഷങ്ങൾ പ്രവർത്തിക്കുകയുണ്ടായി. പാവപ്പെട്ട മക്കളുടെ സാമൂഹ്യ നിലവാരം ഉയർത്തുക, അതായിരുന്നു ലക്ഷ്യം. നല്ല ചെയ്ത് കടന്നുപോയ ഭർത്താവിനെ അതുവഴി തൻ്റെ ജീവിതത്തിൽ അനുകരിക്കുക എന്നുള്ള വലിയ പ്രമാണം സിസ്റ്റർ സ്വീകരിക്കുകയാണ് ചെയ്തത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യ പരിരക്ഷ, അതിനുവേണ്ട ക്ലിനിക്കുകൾ, മദർ ആൻഡ് ചൈൽഡ് പ്രോഗ്രാം, ഹെൽത്ത് ഫോർ 1 മില്യൺ എന്നിവയുടെയൊക്കെ കോർഡിനേറ്ററായിട്ട് സിസ്റ്റർ പ്രവർത്തിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് അഭിനന്ദ ലോറൻസ് പ്രാവിൻ്റെ ശിക്ഷണവും നേതൃത്വവും ഒക്കെ പ്രിയപ്പെട്ട സിസ്റ്റർ ലഭിക്കുകയുണ്ടായി. ബഥനിയുടെ ക്യാരിസ്തമായിരിക്കുന്ന സ്ത്രീജന ഉദ്ധാരണത്തിന് സ്വയം സമർപ്പിച്ച ഒരു പ്രിയപ്പെട്ട സഹോദരിയാണിത്. സ്ത്രീകളുടെ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, വിവിധങ്ങളായ പദ്ധതികൾ സിസ്റ്റർ ഏറ്റെടുത്തു. അവരുടെ ഭൗതികമായ നിലവാരം ഉയർത്തുക എന്നതിലുപരി ആത്മീയമായി അവരെ സംസ്കരിക്കുക, പ്രത്യേകിച്ച് സാംസ്കാരികമായി, സാമ്പത്തികമായി, ധാർമ്മികമായി അവരുടെ വളർച്ച, അതായിരുന്നു പ്രിയപ്പെട്ട സഹോദരിയുടെ ലക്ഷ്യം. വിവിധങ്ങളായ മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിച്ച, പ്രത്യേകിച്ച് ആതുര സേവന രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും സിസ്റ്ററായ ഒരു കൈയൊപ്പ് സിസ്റ്റർ നൽകിയിട്ടുണ്ട് എന്നത് ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഓർമ്മിക്കുകയാണ്. ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ എന്നും ജാഗരൂകയായ
സഹോദരിയായിരുന്നു പ്രിയപ്പെട്ട സഹോദരി. നല്ലൊരു മിഷണറിയായി ശുശ്രൂഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും പാവപ്പെട്ട മിഷൻ പ്രദേശങ്ങളിൽ തെർപ്പക്കാട്, കടിയൂർക്കോണം, മുതാക്കൽ, കാരറ്റ്, കല്ലറ, പാലോട്, നിലമേൽ, വട്ടക്കരിക്കം, ചുരുക്കത്തിൽ കിളിമാനൂർ വൈദ്യുതി ജില്ലയിലെ മിക്കവാറും എല്ലാ ഇടവകളിലും ഒരു നല്ല പ്രേക്ഷിതയായി സിസ്റ്റർ സേവനം അനുഷ്ഠിച്ചു. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാടിൻ്റെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് മാർത്താണ്ഡം രൂപതയിൽ, കന്യാകുമാരി, മലങ്കര ഭവൻ, അതുപോലെ തന്നെ മുക്കമ്പാല, തിരുനെൽവേലി, അവിടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ സിസ്റ്റർ തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചു. പാവങ്ങളോട് പ്രത്യേകമായ ഒരു കരുതൽ ജീവിതത്തിൻ്റെ വലിയ ഭാഗമായിരുന്നു. എപ്പോഴും കണ്ണുനീർ തുടയ്ക്കുവാൻ, പാവപ്പെട്ടവരോടൊപ്പമായിരിക്കുവാൻ, അവരുടെ കുടിലുകളിൽ സ്വന്തം പോലെ കൈപ്പറ്റുവാനൊക്കെയുള്ള വലിയ ഉത്സുകത സിസ്റ്ററിൽ നിന്നാണ് ഞങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, ചാലയ്ക്കടുത്തുള്ള കരിമണ്ണ കോളനിയിലും അതുപോലെ ചെമ്പൽച്ചൂള കോളനിയിലും ഒക്കെ സിസ്റ്ററോടൊപ്പം കുറച്ച് സമയമൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുള്ളത് നന്ദിയോടെ ഓർക്കുകയാണ്. സന്യാസ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു നല്ല സന്യാസി 100% സന്യാസത്തെ തൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച ഒരു പ്രിയപ്പെട്ട സഹോദരി ഈ ഭവനത്തിലായിരുന്നുകൊണ്ട് സമൂഹത്തിൻ്റെ വിവിധ ഭവനങ്ങളിൽ സുപ്പീരിയറായിട്ടൊക്കെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, പ്രൊവിൻഷ്യൽ കൗൺസിലറായി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ കാലയളവിൽ ഈ ഭവനത്തിലായിരുന്നുകൊണ്ട് രോഗികളായിരുന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന് സിസ്റ്റർ നൽകിയ ഒരു ആത്മീയ നേതൃത്വം, ഒരു കരുതൽ, സ്നേഹം ഇതൊക്കെ നമ്മളോട് ഓർക്കുകയാണ്. ഞാൻ കോട്ടയത്തു നിന്ന് വരുമ്പോഴൊക്കെ അടുത്തിരുന്ന് സംസാരിക്കുവാൻ ഏറെ ഉത്സുകത സിസ്റ്റർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സുഖവിവരങ്ങൾ, അതുപോലെ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പലപ്പോഴും സിസ്റ്റർ അടുത്തിരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇതുപോലെ ശാന്തമായി, പ്രത്യേകിച്ച് പ്രായമാകുന്ന അവസരത്തിൽ ശാന്തതയോടെ, സൗമ്യതയോടെ ജീവിക്കുവാൻ, ആ ഒരു ഗ്രേസ് പ്രകടമാക്കുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അത്രമാത്രം സ്നേഹവും കരുതലും ശാന്തതയും സൗമ്യതയും ഒക്കെ ആ ജീവിതത്തിൽ പ്രകടമായിരുന്നു. അതുപോലെ തന്നെ ജീവിച്ചിരുന്നപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസം മരിക്കുന്ന ആ സന്ദർഭത്തിൽ അടുത്തായിരിക്കുവാൻ സാധിച്ചത് ഞാൻ ഏറെ നന്ദിയോടെ ദൈവത്തിന് നന്ദി പറയുകയാണ്, നന്ദിയോടെ ഓർക്കുകയാണ്. അത്ര ശാന്തമായി സിസ്റ്ററിൻ്റെ ആത്മാവ് ദിവസത്തിലേക്ക് കടന്നുപോയി എന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ച എല്ലാ സഹോദരന്മാർക്കും അറിയാം. വളരെ ശാന്തമായി, വളരെ സ്വസ്ഥമായി താൻ ആരെ പ്രിയം വെച്ചുവോ ആ നാഥൻ്റെ പക്കലേക്ക് വളരെ സന്തോഷത്തോടെ കടന്നുപോയി എന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും. എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെയാണ് ഒരാളുടെ മരണമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ അനുഭവമായിരുന്നു. ഒരു ഗ്രേസ്ഫുൾ ഏജിങ്, ഒരു ഗ്രേസ്ഫുൾ എൻഡ് ഓഫ് ലൈഫ്. ഒരു പുഴ മന്ദമായി ഒഴുകി മഹാസാഗരത്തിൽ ചേരുമ്പോലെ ഉള്ള അവസാന നിമിഷങ്ങൾ. പ്രിയപ്പെട്ട സഹോദരിയുടെ ജീവിതത്തിൻ്റെ നന്മയുടെ അവസാന പ്രകടനമായിരുന്നു ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി അമ്മയിൽ നിന്ന് നടന്നു പോകുന്നത് തമ്പുരാന്റെ മക്കളിലേക്കാണ്. താൻ എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മരിച്ചു പോകൽ എന്നതിനേക്കാൾ ഒരു തിരിച്ചു പോകലെന്ന് നമുക്ക് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സിസ്റ്ററേയുമാണ് ഞങ്ങൾക്ക് സ്വന്തമായിരുന്നു. ഞങ്ങളുടെ ഒരു മൂത്ത സഹോദരിയായിരുന്നു. ഈ പ്രിയപ്പെട്ട
ദാനത്തെ ബഥനിക്ക് നൽകി ബഥനിയെ അനുഗ്രഹിച്ചതിന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. എല്ലാ സഹോദരങ്ങളെയും ഓർക്കുന്നു. ജനസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശേഷിച്ചു പ്രത്യേകിച്ച് സേവ്യർ അച്ഛനെ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇപ്പോഴിവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട സക്രിയച്ഛൻ ബഥനിക്ക് അനുഗ്രഹമായി അല്ലെങ്കിൽ സുറിയാനിടത്തോലിക്ക സഭയ്ക്ക് അനുഗ്രഹമായി ഇരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട് സക്രിയച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഒരു 100 നാവായിരുന്നു പ്രിയപ്പെട്ട സ്ത്രീമാരും ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 2-3 മുമ്പ് അച്ഛനെ കണ്ടപ്പോൾ ഞാനത് ഓർമ്മിപ്പിക്കാൻ കൂടി ചെയ്തു. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് സിസ്റ്ററെ ശുശ്രൂഷിച്ച സഹോദരിമാർ, സിസ്റ്റർ കൽമ, സിസ്റ്റർ ദയ, സിസ്റ്റർ ആശിഷ്, സുശീല, എല്ലാവരെയും ഞാൻ സ്നേഹത്തോടും നന്ദിയോടെ ഓർക്കുകയാണ്. നിങ്ങൾ ചെയ്ത വലിയ ശുശ്രൂഷകളുടെ തമ്പുരാൻ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് സാന്ത്വനയും കൗൺസിലേഴ്സും ഈ കുടുംബത്തിലെ ഒരംഗത്തെ എങ്ങനെ ശുശ്രൂഷിച്ച് യാത്രയയക്കാമോ അത് ഏറ്റവും ഭംഗിയായി നിർവഹിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട മദറിനെയും വേറെ നന്ദിയോടെ സ്നേഹത്തോടെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഒരു പ്രാർത്ഥന മാത്രം. കർത്താവേ, ഈ ലോകത്തിൽ നിന്ന് യാത്രയായി നിന്റെ അടുക്കലിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ആത്മാവിനെ അഴിഞ്ഞു പോകാത്ത മണിതറയും സന്തോഷപ്രദമായ വാസസ്ഥലവും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രിയപ്പെട്ട സിസ്റ്ററിനോട് സമാധാനത്തോടെ പോവുക. ബഥനിക്ക് പ്രിയപ്പെട്ട സഹോദരിയുടെ മാധ്യസ്ഥം ആവശ്യമുണ്ട്. ഞങ്ങൾ ഈ നല്ല മാർഗങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും ജീവിച്ചവരാണ്. തുടർന്നും ഞങ്ങളുടെ നന്ദിയിലും പ്രാർത്ഥനയിലും ഓർമ്മകളിലും പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട അമ്മ അങ്ങ് ഉണ്ടാകും എന്ന് ഉറപ്പു തരുന്നു. ഈ സ്നേഹ ജീവിതത്തിന് മുൻപിൽ, നന്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇതായിരിക്കുന്ന പ്രത്യേകിച്ചും നമ്മളേറ്റിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട കൗൺസിലേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും അതുപോലെ മറ്റെല്ലാ പ്രോവിൻസുകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരുടെയും ആദരവുകൾ സ്നേഹത്തോടെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഭവിക്കുന്നു.